ഹലോ, തട്ടുകടികളിലെ പഞ്ഞി പോലെയുള്ള ദോശ കഴിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. അതിൻ്റെ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിനു വേണ്ടി ഒരു 2 കിലോ പച്ചരി ഒരു 3-4 മണിക്കൂർ മുമ്പേ ഞാൻ കുതിർത്തി വെച്ചിരുന്നു. നല്ലവണ്ണം കഴുകിയിട്ടാണ് കുതിർത്തി വെച്ചത്. അതിലേക്ക് വേണ്ടി ഒരു 3/4 കപ്പ് ചോറ്, കുറച്ച് തണുപ്പിച്ച ചോറാണ്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുത്തതിന് ശേഷമാണ് ഞാൻ അരക്കാൻ എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു അര ഗ്ലാസ് പുളിപ്പിച്ച തേങ്ങ വെള്ളവും, നല്ലവണ്ണം പുളിപ്പിച്ച, പിന്നെ ഒരു കുറച്ച് തണുത്ത വെള്ളവും, അരക്കാൻ ആവശ്യമായ തണുത്ത വെള്ളം. ഇതാണ് ഞാൻ അരക്കാൻ എടുക്കുന്ന കൂട്ട്. തേങ്ങയും ചോറും കൂട്ടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക. വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ ആ കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെ അത് അരച്ചെടുക്കണം. കൂടെ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ജാറ് കുറേ സമയം അടിക്കുമ്പോൾ ജാറ് ചൂടാകുന്നത് കൊണ്ടാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ മാവെന്നെ ചൂടാകും, അതുകൊണ്ടാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം അരി 2 കിലോ അരിയും അതിലിട്ട എല്ലാം കൂടി മിക്സാക്കിയത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം അരയണം, ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാം അരച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കൂട്ടൊന്ന് മിക്സാക്കുന്ന സമയത്താണ് നമ്മൾ ഈ തേങ്ങ വെള്ളം, പൊളിപ്പിച്ച തേങ്ങ വെള്ളമാണ്, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് 2-3 ദിവസം മുമ്പേ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ തേങ്ങ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ ഇളക്കണം, എന്നാലേ നമുക്ക് നല്ല പൊളിച്ച് പൊന്തി വരും. അപ്പോൾ നല്ലവണ്ണം അത് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു വലിയ പാത്രം എടുക്കാം. കാരണം ആ പാത്രത്തിൻ്റെ താഴേക്ക് ഇറക്കി വെക്കണം ഈ കൂട്ട്. ഇല്ലെങ്കിൽ ചിലപ്പം നമ്മളതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പുറത്ത് വെച്ചാൽ ആ കൂട്ട് ചിലപ്പോൾ പൊന്തി വന്ന് മറിഞ്ഞു പോകും. അത് മറിയാതിരിക്കാനാണ് അടിയിലൊരു പാത്രം വെക്കുന്നത്. മുകളിൽ അതിന് കണക്കായ ഒരു വെയിറ്റും വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ മൂടി തെറിച്ച് പോകും. പൊന്തുന്ന സമയത്ത് മൂടി തെന്നി താഴെ വെക്കും, നമ്മളത് കാണൂല. അപ്പോൾ രാവിലെ ആകുന്ന സമയത്തായിരിക്കും നമ്മളെ കൂട്ട് തുറന്ന് കിടത്തിയിട്ടുണ്ടാവുക. ഞാൻ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതാ കൂട്ട് കിടക്കുന്നു, നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. പാത്രം നിറച്ചു പോയി, അതിനകത്ത് തൊടാൻ പോലും പറ്റാത്ത വിധത്തിലായി. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊരു തൂക്കിലേക്ക് മാറ്റി നല്ലവണ്ണം അത് കുറച്ച് അരക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാത്രം ഉപ്പിടുക. കാരണം അത് അധികം പുളി വരാതിരിക്കാനാണ് അങ്ങനെ ഉപ്പിടുന്നത്. ബാക്കി രാവിലെ നമ്മൾ ആ കൂട്ട് ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെക്കുക. ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് ചൂടാനാകുമ്പോഴേക്കും പിന്നെയും അത് പൊന്തി വരും. ഇത് കണ്ടില്ലേ, ഇത് കണ്ട ദോശ നല്ലവണ്ണം നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല ദോശയാണ്. അങ്ങനെ ഒരു നേർപ്പിച്ച് നമുക്ക് ചുട്ടെടുക്കുക. അങ്ങനെ ഒരു കട്ടിയൊന്നുമില്ലാത്ത നല്ല ദോശയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ദോശ ചൂടാനുള്ള കൂട്ട് തയ്യാറാക്കണം കേട്ടോ. ഞാൻ എൻ്റെ തട്ടുകടയിലേക്കുള്ള ദോശക്കൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾക്കൊരു തട്ടുകടയുണ്ട്, ആ തട്ടുകടേൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതാണ്. ഇത് കണ്ടില്ലേ, എല്ലാവരും ഇതുപോലെ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇനി